ഓക്കെ. ഗുഡ് ഈവനിങ് എവ്രിവൺ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ? എക്സാമിന് ഡിസംബർ ആയി, നമുക്കിനി 1 മന്ത് ഇല്ല നമ്മുടെ മുന്നില്. എങ്ങനെയുണ്ട്? ടെൻഷൻ ആണോ? പഠിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടോ? സ്റ്റക്ക് ആണോ? എന്താണ് അവസ്ഥ? നോ റെസ്പോൺസ്? ഹലോ ഹലോ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? സാലടാ, സെറ്റ് ആയിക്കോളും. ടെൻഷനൊക്കെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒരു ഭാഗമല്ലേ. ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയോ? അതൊക്കെ എക്സാം ആകുമ്പോഴേക്ക് സെറ്റ് ആവുമായിരിക്കും. ഇൻഷാല്ല എല്ലാം സെറ്റ് ആവട്ടെ. ഞാൻ എന്തായാലും നമ്മളുടെ ഇന്നലത്തെ എന്താണ് അയ്യോ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉം, കാണാൻ പറ്റുന്നുണ്ടോ? ഛെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഡെയിലി ടെസ്റ്റ്? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഈസി ആയിരുന്നോ? ടഫ് ആയിരുന്നോ? ഹൗ വാസ് ഇറ്റ്? 8 മാർക്ക്, നൈസ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യടോ. കുറെ കാലം എല്ലാരും കണ്ടിട്ട് എല്ലാവരും ഒരു ഉഷാറ് പോയ പോലെ ഉണ്ട് കേട്ടോ. മുന്നത്തെ ഒരു ഇതങ്ങട് എന്തോ ഒരു സാധനം മിസ്സായിരിക്കണം. എന്താ? ഹലോ. ഓക്കെ, നമുക്ക് പതിയെ തുടങ്ങാം. യെസ്, ഇതായിരുന്നു നമ്മൾ ഇന്നലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പഠിച്ചു മടുത്തോ? ഇങ്ങനൊക്കെ മടുത്താൽ ഇങ്ങനെയാ. ഇനി എത്ര എത്ര പഠിക്കാതിരിക്കുന്നു അല്ലേ? ഈ എക്സാമിങ് എത്തിയപ്പോ ടെൻഷൻ കയറി അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് റിസർച്ച് ടൈപ്സ് തന്നിട്ടുണ്ട്. അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. യെസ്, ആൻസേഴ്സ് പോരുന്നുണ്ട്. എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ? 5 പേരോ 6 പേരോ? കമാൺ. നമുക്ക് ഇവിടെ ബേസിക് റിസർച്ച് ഓർ പ്യുവർ റിസർച്ച് തന്നിട്ടുണ്ട്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, ഇവാലുവേഷൻ റിസർച്ച്. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് റിസർച്ച് തന്നിട്ടുണ്ട്. ആ 4 ടൈപ്സും എന്താണ് മീൻ ചെയ്യുന്നത്, അത് വാട്ട് ഇസ് ദാറ്റ് പെർട്ടിക്കുലർ റിസർച്ച് മീൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് കറക്റ്റായി മാച്ച് ചെയ്യണം. യെസ്, എല്ലാവരും ഡി പറയുന്നുണ്ട്. യാ, ഓൾമോസ്റ്റ് എല്ലാവരും ഡി തന്നെയാ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്. ഇവിടെ ബേസിക് റിസർച്ചും അപ്ലൈഡ് ആക്ഷൻ ഇവാലുവേഷൻ റിസർച്ച് ഉണ്ട്. അതിൽ അസസിങ് പ്രോഗ്രാംസ് ഇന്റർവെൻഷൻസ്, സോൾവിംഗ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഇംപ്രൂവിംഗ് പ്രാക്ടീസസ് ഇൻ സ്പെഷ്യൽ സെറ്റിംഗ്സ്, എക്സ്പാൻഡിംഗ് നോളജ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം അല്ലെ? ഇനി ആരെങ്കിലും ടൈം വേണമെന്നാണെങ്കിൽ പറയണേ. വേണ്ടാന്ന് തോന്നുന്നു. നമുക്ക് ആൻസറിലേക്ക് പോവാം. യെസ്, എല്ലാരും പറഞ്ഞ പോലെ ഡി തന്നെയാണ് അല്ലേ? ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ബേസിക് റിസർച്ച്. വാട്ട് ഇസ് ബേസിക് റിസർച്ച് മീൻ? ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാല് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ തിയറീസ് ആണ്. അതിൽ നമ്മൾ ജസ്റ്റ് തിയറി എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മൾ നോളജ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഒരു എന്താണ്, അതാണ് ബേസിക് റിസർച്ചിന് ഒരു ബേസിസ് എന്ന് പറയുന്നത്. അതിലൊരു ഇമ്മീഡിയറ്റ് അപ്ലിക്കേഷൻ വേണമെന്നോ അതോ റിയൽ വേൾഡ് എന്തെങ്കിലും ഇഷ്യൂസ് സോൾവ് ചെയ്യാനുണ്ടെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു
നോളജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിസർച്ച്. അതാണ് ബേസിക് റിസർച്ച് നടന്നപ്പോൾ ബേസിക് റിസർച്ച് എന്ന് പറയുമ്പോൾ A4 ആണ് വരുന്നത് അല്ലെ, എക്സ്പാൻഡിങ് നോളജ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് അപ്ലിക്കേഷൻ. പിന്നെ അപ്ലൈഡ് റിസർച്ച് എന്താ? അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും റിയൽ വേൾഡ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂ, ഒരു കൈൻഡ് ഓഫ് റിസർച്ച് ആണ് എന്ത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം സോൾവിങ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് അപ്ലൈഡ് റിസർച്ച്. പിന്നെ ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇംപ്രൂവിംഗ് പ്രാക്ടീസസ് ഇൻ സ്പെഷ്യൽ സെറ്റിംഗ്സ്. അതായത് ആക്ഷൻ റിസർച്ച് മിക്കവാറും ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെറ്റിംഗിലെ ഒരു പ്രാക്ടീഷണർ തന്നെയായിരിക്കും. അയാളുടെ ഒരു വർക്ക് എൻവയോൺമെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രാക്ടീസ് കുറച്ചും കൂടെ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താ? അസസിങ് പ്രോഗ്രാംസ് ഓർ ഇന്റർവെൻഷൻസ്. അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റോ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ആ ഒരു അസസ്മെന്റോ അല്ലെങ്കിൽ അതൊരു ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കൈൻഡ് ഓഫ് റിസർച്ച്, ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതൊക്കെ നമുക്ക് പറയാം. അതാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇതാണ്. അപ്പോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മൾ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ബേസിക് റിസർച്ച് എന്നുള്ളത് എക്സ്പാൻഡിംഗ് നോളജ് വിതൗട്ട് ഇമ്മീഡിയറ്റ് അപ്ലിക്കേഷൻ, അപ്ലൈഡ് റിസർച്ച് സോൾവിംഗ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ആക്ഷൻ റിസർച്ച് എന്നുള്ളത് ഇംപ്രൂവിംഗ് പ്രാക്ടീസസ് ഇൻ സ്പെഷ്യൽ സെറ്റിംഗ്സ്, ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അസസിംഗ് പ്രോഗ്രാംസ് ഓർ ഇന്റർവെൻഷൻസ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, second question. Dash issues concern the question of what is or should be regarded as acceptable knowledge in a discipline. Epistemological, ontological, positivist, realism. Yes, answers വരുന്നുണ്ട്. എന്താണ്? കൺസേൺ ദി ക്വസ്റ്റൻ ഓഫ് വാട്ട് ഈസ്. നമ്മളൊരു ആക്സെപ്റ്റബിൾ നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, അതോ എന്തായിരിക്കണം ഒരു നോളജ് എന്ന് പറയുന്നത്, ആ ഒരു ക്വസ്റ്റനൊക്കെ കൺസേൺ ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂ, ഒരു കൈൻഡ് ഓഫ് തിയറി എന്താണ്, അതാണ് ചോദ്യം. യെസ്, കുറെ ആൻസേഴ്സ് വരുന്നുണ്ട്. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ? എപ്പിസ്റ്റമോളജിക്കൽ തന്നിട്ടുണ്ട്, ഓണ്ടോളജിക്കൽ തന്നിട്ടുണ്ട്, പോസിറ്റിവിസ്റ്റ് ഉണ്ട്, റിയലിസം ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും എ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് നല്ല ആൻസർ നോക്കാം അല്ലെ? ഓക്കെ, എപ്പിസ്റ്റമോളജിക്കൽ തന്നെയാണ്. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ഈ 4 ഓപ്ഷൻസ് ഓൾമോസ്റ്റ് ഒരു ഫിലോസഫിക്കൽ തോട്ടിന്റെ ബേസിലുള്ളതാണ് അല്ലെ? എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുമ്പോൾ നോളജ് അബൌട്ട് നോളജ് എന്നൊക്കെ പറയും. നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഈ നോളജ് എന്ന് പറയുന്നത് ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് നോളജ്, അതൊക്കെയാണ് എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നമ്മൾ ഒരു ആക്സെപ്റ്റബിൾ നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, അതൊരു നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്തിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് കൈൻഡ് ഓഫ് ഡിസിപ്ലിന്റെ, എന്ത് കൈൻഡ് ഓഫ് ഇഷ്യൂസിന്റെ ബേസിസിലാണ് വരിക, അതോ ആ ഒരു ടെർമിനോളജി എന്താണ് പറയുക എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്നത്. അല്ല, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ എപ്പിസ്റ്റമോളജിക്കൽ എന്നാണ് എന്താണ്? നോളജ് അബൌട്ട് നോളജ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് നോളജ് എന്നൊക്കെ പറയും. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ നോളജ്, ഈ അറിവ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്, അത് ഈ അറിവിന്റെ ഉത്ഭവം എന്താണ്, ആ ഒരു ഈ നോളജിനെ പറ്റിയുള്ള ഒരു നോളജ് നമ്മൾ എടുക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫിലോസഫിക്കൽ തോട്ടാണ് എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്നത്. ഓണ്ടോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓണ്ടോളജിക്കൽ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റഡി ഓഫ് റിയാലിറ്റി. യെസ്, സ്റ്റഡി ഓഫ് റിയാലിറ്റി ആണ് ഓണ്ടോളജിക്കൽ എന്ന് പറഞ്ഞാൽ. അതായത് വാട്ട് ഈസ് റിയൽ, ശരിക്കും എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ഹ്യൂമൻ ബീങ്സ് ഇല്ലാതെ സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഫിലോസഫിക്കൽ തോട്ടാണ്, ഒരു ഫിലോസഫിയാണ് ഓണ്ടോളജിക്കൽ എന്ന് പറയുന്നത്. ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് റിയാലിറ്റി. ആ ഓണ്ടോളജിയിൽ തന്നെ വരുന്നതാണ് റിയലിസം എന്ന് പറയുന്നത് അല്ലെ? റിയലിസം എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ ബാക്കി പല റിയലിസം കൂടെ പറ. ഓണ്ടോളജിയിൽ തന്നെ വരുന്നല്ലേ റിയലിസം, ഐഡിയലിസം എന്നൊക്കെ പറയുന്നത്. റിയലിസം എന്ന് പറഞ്ഞാല് എന്താണ്? ശരിക്കും ഈ ഒരു എന്താണ് ഇത്
റിയാലിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളുടെ ഒരു മൈൻഡിന്റെ, നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ ഇല്ലെങ്കിലൊക്കെ റിയാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി എന്ന് പറയുന്നതിന് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള ഒരു തോട്ടാണ് റിയലിസം എന്ന് പറയുന്നത്. അപ്പൊ റിയലിസ്റ്റ് റിസർച്ചേഴ്സിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ എംബസിസ് ഒക്കെ വെച്ചിട്ട് ഈ റിയലിസം എന്നുള്ളത് റിയൽ ആണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ ഓണ്ടോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് റിയാലിറ്റി, റിയലിസം എന്ന് പറയുമ്പോൾ എന്താണ്, റിയാലിറ്റി എന്ന് പറയുന്നതിന് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു നേരെ കോൺട്രാക്ട് ആണ് എന്ത് വരുന്നത്, ഐഡിയലിസം വരുന്നത്. ഐഡിയലിസം എന്താ പറയുന്നത്, ഐഡിയലിസം എന്ന് പറയുന്നത് ഇപ്പോ നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മൈൻഡ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എന്താണ് ആലോചിക്കുന്നത് അതാണ് റിയൽ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ പെർസെപ്ഷൻ ഇല്ലാതെ റിയാലിറ്റിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ഐഡിയലിസം പറയുന്നത്. പക്ഷെ റിയലിസം പറയുന്നത് മൈൻഡ് ആൻഡ് തോട്ട് റിയൽ എന്നാണ് ആര് പറയുന്നത്, ഐഡിയലിസം പറയുന്നത്. റിയലിസം എന്ന് പറയുന്നത് ആ ഒരു ഇങ്ങനെ മൈൻഡിന്റെ ഒരു ഇതോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ പെർസെപ്ഷൻ ഒന്നും ഇല്ലാതെ റിയാലിറ്റിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് റിയലിസം പറയുന്നത്. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് നോളജ്, അത്രയുള്ളൂ. അതായത് വാട്ട് ഈസ് നോളജ്, അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്, ഈ അറിവ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എങ്ങനെയാണ് അറിവ് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന അറിവ് ശരിയാണോ, അങ്ങനെയുള്ള നോളജിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്നത്. ഓണ്ടോളജിക്കൽ എന്ന് പറയുമ്പോൾ സ്റ്റഡി അബൌട്ട് റിയാലിറ്റി. പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു എന്താണ്, റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്, നമ്മൾ സയന്റിഫിക്കലി ഓരോ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ റിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ഒബ്സർവേഷൻ ബേസ്ഡ് ആണ്, ഫാക്ട് ബേസ്ഡ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു തോട്ടാണ് പോസിറ്റിവിസം പറയുന്നത്. നമുക്കിവിടെ എപ്പിസ്റ്റമോളജിക്കൽ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുമ്പോൾ സ്റ്റഡി അബൌട്ട് നോളജ്, അത് നോളജ് അബൌട്ട് നോളജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസിറ്റിവിസം പറയുന്നത്. ഓണ്ടോളജിക്കൽ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റിയാലിറ്റി. ഓണ്ടോളജിക്കൽ തന്നെ വരുന്നതാണ് റിയലിസം. റിയലിസത്തിൽ വരുന്നത് എന്താ, നമ്മളുടെ മൈൻഡിന് ഹ്യൂമൻ പെർസെപ്ഷൻ ഒന്നും ഇല്ലാതെ എന്താണ്, റിയാലിറ്റിക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് റിയലിസത്തിൽ പറയുന്നത്. ഇതൊക്കെ ഫിലോസഫിയുടെ ബ്രാഞ്ച് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മനസ്സിലായിരുന്നു. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നോളജ് ആണ്, ഓണ്ടോളജിക്കൽ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റിയാലിറ്റി ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, ഓക്കെ. ഇതാ നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തെങ്കിലും ചോദിക്കണേ. യെസ്, നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിൽ വരുന്നത് a variable which can take up only integer values and not any frictional value is called. അതായത് integer values മാത്രം ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വേരിയബിൾ, അതിൽ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വേരിയബിൾ, ഈ തന്നിരിക്കുന്ന വേരിയബിളിൽ ഏതാണ്, ഇന്റിജർ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വേരിയബിൾ ഏതാണെന്നാണ് ചോദ്യം. കണ്ടിന്യൂസ് വേരിയബിൾ തന്നിട്ടുണ്ട്, കോംപ്ലക്സ് വേരിയബിൾ തന്നിട്ടുണ്ട്, ടെമ്പറൽ വേരിയബിൾ തന്നിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞോ? ഇത്രയുള്ള ആൻസേഴ്സ്? എല്ലാരും പഠിക്കുന്നുണ്ട് അല്ലേ? ആൻസേഴ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനി ആൻസേഴ്സ് വരാനില്ല തോന്നുന്നു. എനിക്ക് എന്തായാലും ടൈം കളയണ്ട, ആൻസറിലേക്ക് പോവാം. യെസ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിന് എന്താണ്, ഇന്റിജർ വാല്യൂസ് അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ എന്താണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ക്ലാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേബിൾസ്, നമ്പർ ഓഫ് ബുക്സ്, അതിനൊക്കെ എന്താണ് പോയിന്റ്സ് വരില്ല. നമ്മളിപ്പോ 30.5 സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ
അതിന് ഹോൾ നമ്പേഴ്സ് മാത്രം എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് എന്താണ് വേരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് അപ്പ് ഓൺലി ഇന്റിജർ വാല്യൂസ് ആൻഡ് നോട്ട് എനി ഫ്രിക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. ഇതിൽ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് വേരിയബിളിന് ഡെസിമൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ ഹൈറ്റ്, വെയിറ്റ്, ടെമ്പറേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് വേരിയബിൾ വരും. പിന്നെ കോംപ്ലക്സ് വേരിയബിൾ നമ്മൾ യൂഷ്വലി റിസർച്ചിൽ യൂസ് ചെയ്യാറില്ല. കോംപ്ലക്സ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് ആയിട്ട് വരും. പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ വേരിയബിൾസ് ഒന്നിച്ചുള്ള ഒരു കൈൻഡ് ഓഫ് വേരിയബിൾ, അതൊക്കെ കോംപ്ലക്സ് വേരിയബിളിൽ വരും. പിന്നെ ടെമ്പറൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ ടൈം റിലേറ്റഡ് ആണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റഡിയിൽ ഇപ്പം ഏജ് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു ഡേയിൽ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ. അപ്പൊ അതൊക്കെയാണ് ടെമ്പറൽ വേരിയബിൾ എന്ന് പറയുന്നത്, റിലേറ്റഡ് ടു ടൈം. അപ്പം ഈ ഇന്റിജർ വാല്യൂസ് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. ഓക്കെ അല്ലേ? നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റിസർച്ച് പ്രോസസ്സ് കുറച്ച് സ്റ്റെപ്സ് തന്നിട്ടുണ്ട്, അതിന് കറക്റ്റ് സീക്വൻസിലാക്കണം. ഇവിടെ കോംപ്ലക്സ് വേരിയബിൾ നമ്മൾ ശരിക്കും റിസർച്ചിൽ യൂസ് ചെയ്യാറില്ല. അത് ഇമാജിനറി നമ്പേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്നാണ് കോംപ്ലക്സ് വേരിയബിളിനെ ശരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറയാം. ഇപ്പോ കുറെ കൈൻഡ് ഓഫ് വേരിയബിൾസ് കൂടിയിട്ടുള്ള ഒരു ഇപ്പൊ നമ്മള് എന്താ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ അങ്ങനെ ഒരു ഡെമോഗ്രഫി അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു വേരിയബിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ വരും. അതിൽ കുറെ വേരിയബിൾസ് ഒന്നിച്ച് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുമ്പോൾ കുറെ വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിന് നമുക്ക് കോംപ്ലക്സ് വേരിയബിൾ എന്ന് പറയാം. ടെമ്പറൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ചിൽ ഏജ് ഒക്കെ നമ്മൾ ശരിക്കും എന്താണ് അനാലിസിസിൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ ടെമ്പറൽ വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഏജ് ഒക്കെ പോലത്തെ ടൈമിൽ വേരി ചെയ്യുന്ന കൈൻഡ് ഓഫ് വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ടൈം മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് വേരിയബിൾസ് ആണ് ടെമ്പറൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇതിൽ എന്താണ് റിസർച്ച് പ്രോസസ്സ് തന്നിട്ടുണ്ട്, അതിൽ കളക്ടിങ് ഡാറ്റ കളക്ഷൻ ഉണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ തന്നിട്ടുണ്ട്, മെത്തഡോളജി ഡിസൈൻ ചെയ്യുക, ഒരു റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക, എൻഹാൻസ് ഇന്റർപ്രിറ്റേഷൻ, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് കറക്റ്റ് സീക്വൻസിലാക്കണം. കഴിഞ്ഞോ? ഇത്രയുള്ള ആൻസേഴ്സ്? ഓക്കെ, നമുക്ക് എന്തായാലും ആൻസറിലേക്ക് പോവാട്ടോ. വരുന്നുണ്ടോ നോട്ടാം? ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് ആൻസറിൽ വരുന്നത്. എന്താണ് ഇപ്പൊ നമ്മളുടെ റിസർച്ചിൽ നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ നമുക്ക് വേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തെടുക്കും, അതല്ല നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെന്താ അതിന്റെ ബേസിസിൽ ആ റിസർച്ച് പ്രോബ്ലത്തിന്റെ ബേസിസിൽ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തും. നെക്സ്റ്റ് എന്താ വരിക? നമ്മൾ ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ബേസിസിൽ നമ്മൾ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് എല്ലാത്തിനും ശേഷം നമ്മൾ നമ്മളുടെ മെത്തഡോളജി ഡിസൈൻ ചെയ്യും, അതല്ലേ പിന്നീട് വരിക? മെത്തഡോളജി ഡിസൈൻ ചെയ്യും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു ക്വസ്റ്റനെയർ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യും. ലാസ്റ്റ് ആണ് എന്ത് വരുന്നത്? അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഒക്കെ വരുന്നത്. സോ ഇതാണ് ഈ 5 സ്റ്റെപ്സിന്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ DBCAE യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് റെഫറൻസ് സ്റ്റൈൽ തന്നിട്ടുണ്ട്. ഇതില് നമ്മളുടെ ഒരു റെഫറൻസിങ് സ്റ്റൈൽ അല്ലാത്തത് ഏത്? ഹാർവേഡ് റെഫറൻസിങ് സ്റ്റൈൽ തന്നിട്ടുണ്ട്, ഓക്സ്ഫോർഡ്,
കാംബ്രിഡ്ജ്, ന്യൂയോർക്ക്, വാൻകൂവർ. പറട്ടെ പറട്ടെ. ഇതില് ഏതോ രണ്ടോ മൂന്നോ ശരിയാണ്, തെറ്റാണ്. ആ, രണ്ടോ മൂന്നോ തെറ്റാണ്. റെഫറൻസ് സ്റ്റൈൽ അല്ല. ഒന്നോ രണ്ടോ ശരിയാണ്. ഹാർവർഡ്, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ന്യൂയോർക്ക്, വാൻകൂവർ. ഓക്കെ, കുറെ വെറൈറ്റി ഓഫ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം കേട്ടോ. API പോലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ കൈൻഡ് ഓഫ് റെഫറൻസിങ് സ്റ്റൈൽസ് ഉണ്ടല്ലോ, അതാണ്. ആ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതില് കാംബ്രിഡ്ജ് റെഫറൻസിങ് സ്റ്റൈലും ന്യൂയോർക്ക് റെഫറൻസിങ് സ്റ്റൈലും ആണ് റെക്കഗ്നൈസ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ റെഫറൻസിങ് സ്റ്റൈൽ ഇല്ല. അത് കാംബ്രിഡ്ജും ന്യൂയോർക്കും ആണ് തെറ്റായിട്ട് വന്നേക്കുന്നത്. നമ്മൾ ഹാർവർഡ് റെഫറൻസിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഓക്സ്ഫോർഡും വാൻകൂവറും ഒക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റെഫറൻസിങ് സ്റ്റൈൽസ് ആണ്. പക്ഷെ ഇതിൽ കാംബ്രിഡ്ജും ന്യൂയോർക്കും എന്താണ് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റെഫറൻസിങ് സ്റ്റൈൽ അല്ല. ഇത് നമുക്ക് ശരിക്കും ബൈഹാർട്ട് പഠിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ ഹാർവർഡ്, ഓക്സ്ഫോർഡ്, വാൻകൂവർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള റെഫറൻസിങ് സ്റ്റൈൽസ് എക്സിസ്റ്റിംഗ് ആണ്, ഒഫീഷ്യൽ ആണ്. കാംബ്രിഡ്ജ്, ന്യൂയോർക്ക് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് റെഫറൻസിങ് സ്റ്റൈൽസ് ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ റിസർച്ച്, ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആർ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. യെസ്, ഫാക്ടോറിയൽ ഡിസൈൻസ് തന്നിട്ടുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ ഡിസൈൻ തന്നിട്ടുണ്ട്, ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ ഡിസൈൻ തന്നിട്ടുണ്ട്, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ, ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ ഡിസൈൻ. ഓക്കെ, നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഇൻഫോർമൽ റിസർച്ച് ഡിസൈൻസ് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു കൺട്രോളിലല്ലാതെ അല്ലെങ്കിൽ ഒരു നമുക്കൊരു പെർഫെക്റ്റ് എക്സ്പെരിമെന്റും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് അല്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതില് ഓപ്ഷൻ എ ഫാക്ടോറിയൽ ഡിസൈൻ തന്നിട്ടുണ്ട്. ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് വേരിയബിൾസ് ഒന്നിച്ച് എന്താണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. കുറച്ചും കൂടെ കോംപ്ലെക്സ് ആണ്, സിമ്പിൾ അല്ല, കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആണ്. അപ്പൊ അത് എന്തിൽ വരില്ല, ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിൽ വരിക. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു എന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ഗ്രൂപ്പിനെ അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് അവരെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ എന്താണ് ഒരു കമ്പാരിസൺ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിനെ കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കില്ല. അപ്പൊ അത് ഇൻഫോർമൽ ആണ്. പിന്നെ ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യും. പക്ഷെ എന്താണ് അവിടെ ഒരു
ആ ഒരു പ്രീ ടെസ്റ്റ് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഈ സെഷന് മുന്നേ എങ്ങനെയായിരുന്നു ഉള്ള ഒരു പ്രീ ടെസ്റ്റ് അവിടെ പ്രീ അനാലിസിസ് നടത്തില്ല. അത് ആണ് ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ. അപ്പൊ അതും എന്താണ് ഇൻഫോർമൽ ആണ്. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഫോർമൽ ആണ്. പാർട്ടിസിപ്പൻസിനെ ഗ്രൂപ്പ് ചെയ്ത് റാൻഡം ആൻഡ് സ്ട്രക്ചർഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ പ്രോസസ് ആണ്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ എന്ന് പറയുന്നത് അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടാവും. 2 ഗ്രൂപ്പിനും ബിഫോർ ആൻഡ് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യും. പക്ഷേ എന്താണ് ആ 2 ഗ്രൂപ്പിനും കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സെയിം ആണെന്നാണെങ്കിൽ അത് ഫോർമൽ ആവും. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ഇൻഫോർമൽ ആണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എനിക്ക്. ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിൽ നമ്മളുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഫാക്ടോറിയൽ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വേരിയബിൾസ് ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അത് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആണ്. കുറച്ചും കൂടെ എന്താണ് ഫോർമൽ ആയിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ പ്രോസസ് ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ ഡിസൈൻ എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യും. പ്രീ ടെസ്റ്റും പോസ്റ്റും നമ്മൾ ചെയ്യും. പക്ഷേ അതിന് ഒരു കമ്പാരിസൺ ഗ്രൂപ്പ് അവിടെ വെക്കില്ല. അപ്പൊ കമ്പാരിസൺ ഗ്രൂപ്പ് വെക്കില്ല. നമുക്ക് വേറൊരാളെ ഇത് വേറൊരു ഗ്രൂപ്പിന് ഇത് എങ്ങനെയായിരുന്നു ഉള്ളത് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല. അപ്പൊ അത് ഇൻഫോർമലിൽ വരും. പിന്നെ ആഫ്റ്റർ ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തില്ല. പക്ഷെ അവിടെ 2 ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രീ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വെക്കില്ല. ആഫ്റ്റർ ഉള്ളി മാത്രമാണ് അതിനെ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇൻഫോർമൽ ആണ്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ എന്ന് പറയുന്നതും ഇൻഫോർമൽ ആണ്. അതിന് 2 ഗ്രൂപ്പിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യും. പക്ഷെ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ നമുക്ക് അവിടെ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ അതും ഇൻഫോർമൽ ആണ്. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഈ എക്സ്പെരിമെന്റൽ ഡിസൈൻസിന് കിട്ടില്ല. ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. which of the following points should be kept in mind while writing a research report? നമ്മൾ ഒരു റിസർച്ച് റിപ്പോർട്ട് എന്താണ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഞാൻ ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? anyone please? Okay. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ എന്താണ് ഒരു നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്തൊക്കെ വേണമെന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ തെറ്റും ശരിയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 8 ഷുഡ് നോട്ട് ഇൻക്ലൂഡ്. ഇതിൽ ചാർട്ട്സ് ഗ്രാഫ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി, ഒരു ഇന്റലക്ച്വൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇറ്റ് മസ്റ്റ് യൂസ് ആബ്സ്ട്രാക്ട് ടെർമിനോളജി ആൻഡ് ടെക്നിക്കൽ ജാർഗൺ ടു ആഡ് കോംപ്ലക്സിറ്റി. കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യണം, ഒരു റിപ്പോർട്ട് ചെയ്യണം എന്നാ പറയുന്നത്. പിന്നെ ഇറ്റ് ഷുഡ് പ്രസന്റ് ദി ലോജിക്കൽ അനാലിസിസ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ. ഓക്കെ, അപ്പോ നോക്കിയാലോ ആൻസർ. കുറെ ആൻസേഴ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഇതില് ബിയും ഡി ആണ് നമുക്ക് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുന്ന നമ്മൾ മൈൻഡിൽ വെക്കേണ്ടുന്ന കാര്യങ്ങൾ. ഓപ്ഷൻ എ എന്താ വരുന്നത്? ഇറ്റ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ് ചാർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്. നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ നമ്മളുടെ ആ ഒരു ശരിക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട്സ്, ഗ്രാഫ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ബി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഷോ ഒറിജിനാലിറ്റി ആൻഡ് അറ്റംപ്റ്റ് ടു സോൾവ് എൻ ഇന്റലക്ച്വൽ പ്രോബ്ലം. നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇന്റലക്ച്വൽ പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് വേണം. സി എന്ന് പറയുന്നത് എന്താ?
ഇറ്റ് മസ്റ്റ് യൂസ് ആബ്സ്ട്രാക്ട് ടെർമിനോളജി ആൻഡ് ടെക്നിക്കൽ ജാർഗൺ ടു ആഡ് കോംപ്ലക്സിറ്റി. നമ്മൾ ആവശ്യമില്ലാത്ത ടെക്നിക്കൽ ടേംസും ഒരു എന്താണ് അങ്ങനെയുള്ള കുറെ ആബ്സ്ട്രാക്ട് ടെർമിനോളജീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ റിസർച്ചിനെ കൂടുതൽ റിസർച്ച് റിപ്പോർട്ടിനെ കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സിമ്പിൾ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് ആണെന്നാണെങ്കിൽ അത് സിമ്പിൾ ആക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? കൂടുതൽ കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറൊരാൾക്ക് അത് വായിക്കും മനസ്സിലാവണം. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് പ്രസന്റ് ലോജിക്കൽ അനാലിസിസ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ. നമ്മളത് ആ സബ്ജക്ട് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ അനാലിസിസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ആ ഒരു സബ്ജക്ട് മാറ്റേഴ്സ്, ആ ഒരു ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ വേണം. അപ്പോൾ ബിയും ഡിയും എന്താണ് ശരിയായ ഓപ്ഷൻസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നൾ അല്ല ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ബേസിസിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. Null hypothesis assumes that no relationship between variables or different groups exists. Alternative hypothesis എന്ന് പറയുന്നത് no relationship between variables or different group. Option C, hypothesis must be acceptable or falsifiable. Null hypothesis is always true. ഇതില് ഏതോ രണ്ടെണ്ണം ശരിയാണ്, രണ്ടെണ്ണം തെറ്റാണ്. യെസ്, ആൻസേഴ്സ് പോരുന്നുണ്ട്. ആണോ? ആൻസറിലേക്ക് പോയാലോ? ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, വാ നമുക്ക് ആൻസർ നോക്കാലോ. ഇതെല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന ആൻസർ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലേ? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് എന്നാണ് നൾ ഹൈപ്പോത്തസിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നൾ ഹൈപ്പോത്തസിന്റെ ഡെഫിനിഷൻ വരുന്നത്. പക്ഷെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ ആണ് ശരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരുന്നത്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. പിന്നെ സി എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമുക്കൊരു ടെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം, അല്ലേ? നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ പറ്റുന്ന ഒരു ടെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ സിയും ശരിയാണ്. നൾ ഹൈപ്പോത്തസിസ് ഈസ് ഓൾവേസ് ട്രൂ. അങ്ങനെ പറയാൻ പറ്റില്ല. നൾ ഹൈപ്പോത്തസിസ് ചിലപ്പം ട്രൂ ആവാം, ഫാൾസ് ആവാം. അതിനാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഫുള്ള് വെക്കണം. ഒരു ദിവസം ഇപ്പൊ കേറിയോ പഠിച്ചു കുട്ടൻസ്, ഇനി നോക്കിക്കോ വീണ്ടും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 9th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കോ? ഏത് ക്വസ്റ്റ്യനാ? മുന്നത്തെ ക്വസ്റ്റ്യൻ. മുന്നത്തത്. Okay. If research participants are assessed with a particular questionnaire early in a study, but the researchers change the questions for later assessment, so participants can't simply repeat answers, what potential threat to internal validity would be likely in the study? Yes, instrumentation, the answer is maturation, attrition, history. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഇഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ് ആർ അസിസ്റ്റ് വിത്ത് എന്താണ്? ഇതൊരു ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡി ആവാം, അല്ലേ? അവർക്ക് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനെയർ, ഒരു സ്റ്റഡിയുടെ ഒരു ഏർലിയർ സ്റ്റേജിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനെയർ അസസ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തു. പക്ഷെ ലേറ്റർ എന്താണ്? ആ റിസർച്ചർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടാണ് പിന്നെ ഒരു ലേറ്റർ അസസ്മെന്റ് എടുത്തത്. അപ്പൊ ആ ഒരു പാർട്ടിസിപ്പൻസിന് സിംപ്ലി ആ ഒരു എന്താണ് ആൻസേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റഡിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ നോക്കാം. ഇൻസ്ട്രുമെന്റേഷൻ, ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഇപ്പൊ നമ്മൾ റിസർച്ച് എന്താണ് ഒരു ലോങ്സ്റ്റിറ്റ്യൂഡിനൽ സ്റ്റഡിയിൽ ഒരു അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിൽ നമ്മൾ ഏർലിയർ ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് ആണെങ്കിൽ ആ ഒരു സ്ട്രെസ്സിന്റെ സ്കെയിൽ കൊടുത്തു. അതിലുള്ള ആ ഒരു അസസ്മെന്റ് പിന്നെ നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു ടെസ്റ്റിനൊക്കെ ശേഷം അല്ലെങ്കിൽ എക്സ്പെരിമെന്റിനൊക്കെ ശേഷം പിന്നെ ആ ഒരു സ്ട്രെസ്സിന്റെ സ്കെയിൽ കൊടുക്കുമെന്നാണ്. നമ്മൾ വേറെ മാറ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതിലിപ്പോ നമ്മൾ സ്ട്രെസ്സിന് ഇപ്പൊ ആ ഒരു നമ്മൾ സ്റ്റഡിയിൽ ചിലപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കാം. പക്ഷെ ആ ഒരു ചേഞ്ച് എന്താണ് പാർട്ടിസിപ്പൻസിൽ ഉണ്ടായ ചേഞ്ച് ആവണം നിർബന്ധമില്ല അല്ലേ? ആ ഒരു എന്താണ് ക്വസ്റ്റനെയർ മാറ്റിയത് കൊണ്ട് ഉണ്ടായ ചേഞ്ച് ആവാം. അതൊരു ഇന്റേണൽ വാലിഡിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ത്രെറ്റ് ആണ്. അതിനെയാണ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോങ്സ്റ്റിറ്റ്യൂഡിനൽ സ്റ്റഡി ആണെങ്കിൽ ആ ഒരു സ്റ്റഡിയിൽ പാർട്ടിസിപ്പൻസിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെയാണ് മെച്ചുറേഷൻ എന്ന് പറയുമ്പോൾ വരുന്നത്. എട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡിയിൽ നമുക്ക് പാർട്ടിസിപ്പൻസിനെ ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് എട്രീഷൻ എന്ന് പറയുന്നത്. പിന്നെ റിസർച്ച് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ റിസർച്ചിന്റെ എൻവയോൺമെന്റിന് പുറത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, പക്ഷെ ആ ഒരു കാര്യം എന്താണ് നമ്മളുടെ പാർട്ടിസിപ്പൻസിന്റെ എന്താണ് ആൻസേഴ്സിനെ എഫക്ട് ചെയ്യും. അങ്ങനത്തെ ഉള്ള ഒരു ത്രെറ്റിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് എന്താണ് എന്തൊക്കെയാണെന്നുള്ള ഒന്ന് എഴുതി വെച്ചാ കേട്ടോ. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെഷർമെന്റ് ടൂൾസ് എന്താണ് ചേഞ്ച് ചെയ്യുമ്പോൾ സ്റ്റഡിയിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ആണ്. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ വാലിഡിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആണ്. അതായത് നമ്മളിപ്പോ ലോങ്സ്റ്റിറ്റ്യൂഡിനൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഉള്ള ഒരു സ്റ്റഡിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സ്റ്റഡി നമ്മൾ ഫസ്റ്റത്തെ ഒരു ഏർലിയർ കേസിൽ ഒരു പ്രീ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏർലിയറിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ സാമ്പിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റനെയർ കൊടുത്തു. ഒരു സ്ട്രെസ് മെഷർ ചെയ്യാനാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ക്വസ്റ്റനെയർ അവർ എല്ലാവരും ഫില്ല് ചെയ്തു. പിന്നെ ഒരു സ്ട്രെസ്സിന് എന്തെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ അതിന്റെ ബേസിൽ എന്തെങ്കിലും ഒരു എന്താണ് സ്റ്റഡി ഒക്കെ നമ്മൾ ആ ഒരു സാമ്പിൾസിന് കൊടുത്തതിന് ശേഷം അവർക്ക് പിന്നെയും ഈ സെയിം സാധനം തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ സെയിം ക്വസ്റ്റനെയർ തന്നെയാണ് നമ്മൾ ലേറ്റർലി അസസ്മെന്റ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു റിലയബിലിറ്റി കിട്ടും അല്ലെ? അവർ ചിലപ്പം ആ ഒരു സെയിം സാധനം തന്നെ അവരുടെ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ക്വസ്റ്റനെയർ മാറ്റി കൊടുക്കുമ്പോൾ ആ ഒരു ചേഞ്ച് എന്താണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്റ്റഡിയിൽ ചേഞ്ച് ഉണ്ടാവാം. പക്ഷെ ആ ചേഞ്ച് നടന്നത് പാർട്ടിസിപ്പന്റിൽ ഉണ്ടായ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ക്വസ്റ്റനെയർ മാറിയത് കൊണ്ടുള്ള ഒരു ചേഞ്ച് ആവാം. ആ ഒരു ത്രെറ്റിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. മെച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ പാർട്ടിസിപ്പൻസ് ഓവർ ടൈം. പിന്നെ അട്രീഷൻ, ലോസ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇവന്റ്സ് ഔട്ട്സൈഡ് ദ സ്റ്റഡി എഫക്റ്റിംഗ് പാർട്ടിസിപ്പൻസ്. ഓക്കെ അല്ലേ? നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Investigation taking place at a specific time and place that focuses only on a single question that is not oriented towards general questions refers to what? ഇവിടെ യൂണിവേഴ്സലിസ്റ്റിക് റിസർച്ച് കൊടുത്തിട്ടുണ്ട്, ഇത്തോളജിക്കൽ റിസർച്ച് ഉണ്ട്, പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്. അപ്പൊ ഒരു സ്പെസിഫിക് ടൈം ആൻഡ് സ്പെസിഫിക് പ്ലേസിൽ നടക്കുന്ന ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ബേസിലുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ഒരു ജനറലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കണം എന്നില്ല. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കാം. അങ്ങനെയുള്ളൊരു പെർട്ടിക്കുലർ റിസർച്ചിന് എന്താണ് പറയാന്നാണ് ചോദ്യം. യെസ്, ഓക്കെ. ആൻസർ നോക്കിയാലോ? വരുന്നുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം കേട്ടോ. ഓപ്ഷൻ സി പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച് തന്നെയാണ് ആൻസറിൽ വരുന്നത്. പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താ? അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈൻഡിങ് ആയിരിക്കില്ല ആ ഒരു റിസർച്ച് നമുക്ക് കിട്ടുന്നത്. ആ ഒരു സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പ്ലേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു
ആൻസർ അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്, അതാണ് പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ചിൽ വരുന്നത്. യെസ്, അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഈ എല്ലാ റിസർച്ച് എന്താണെന്നൊന്നും എഴുതി വെച്ചാണ് കേട്ടോ. പെർട്ടിക്കുലറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പ്രോബ്ലം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. ആ ഫൈൻഡിങ് നമുക്ക് എല്ലാ സിറ്റുവേഷനും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സലിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വരും. ഒരു ജനറൽ ലോ അല്ലെങ്കിൽ ജനറൽ നമുക്ക് വൈഡ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ച് ആണ്. ഇത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ മെയിൻലി അത് ആനിമൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിലാവാം. അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ അവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരുടെ ഒരു ബിഹേവിയർ, അതൊക്കെ സ്റ്റഡീസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ച് ആണ് ഇത്തോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, നമുക്ക് ആ ഒരു ഫിനോമിന അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് ഒരു ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്റ്റഡി. അപ്പോൾ അതാണ് പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച്, യൂണിവേഴ്സലിസ്റ്റിക് റിസർച്ച്, ഇത്തോളജിക്കൽ, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഓക്കെ അല്ലേ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഡെയിലി ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കൻ സ്റ്റേ ബാക്ക്. മാം 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിക്കാവോ? താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് പൊളിക്കുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ. അറിയാവേ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേരിയബിൾ, അതായത് ഇന്റിജർ വാല്യൂസ്. നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഇല്ലേ? അപ്പോൾ ഇന്റിജർ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് മാത്രം ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വേരിയബിൾ എന്താണെന്നാ ചോദ്യം. ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളിന് ഫ്രാക്ഷണൽ വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് ഈ ഹോൾ നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് എന്താണ് ഹൗസസ്, അങ്ങനെയൊക്കെ പറയാം. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് വേരിയബിളിൽ നമ്മൾ എന്താണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർത്ത് വൺ റിസർച്ച് പ്രോസസ്സിന്റെ സീക്വൻസ് ആയിരുന്നു. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കാംബ്രിഡ്ജ്, ന്യൂയോർക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു റെഫറൻസിങ് സ്റ്റൈൽ അല്ല, ബാക്കിയൊക്കെ റെഫറൻസിങ് സ്റ്റൈലിൽ വരുന്നതാണ്. ഇത് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ റിസർച്ച്, എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഏതൊക്കെയാണ് എന്ന്. Can be used to display any type of documents in the world. Eighth one. Ninth one, instrumentation. 10th one എന്താ? 10th വണ്ണില് ആ ഒരു എന്താണ് ഒരു സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്ലേസിൽ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റഡി. പക്ഷെ ആ ഒരു സ്റ്റഡീന്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേറൊരു സിറ്റുവേഷനിൽ അപ്ലിക്കബിൾ ആവില്ല, വേറൊരു സിറ്റുവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു പെർട്ടിക്കുലർ റിസർച്ചിന്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് റിസർച്ച് എന്താണ് എന്നാണ് ചോദ്യം. അത് പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച് ആണ്. എന്താണ് ഇതാണ് പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച്. എന്താന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം ഫോക്കസ്ഡ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു എന്താണ് ആ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന്റെ നമുക്ക് ഫൈൻഡ് ചെയ്ത് ഇപ്പൊ നമുക്കിപ്പോ കൗൺസിലിംഗ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പം സിമിലർ പ്രോബ്ലം ഉള്ള ഒരാള്, പക്ഷെ ആ ഒരു സിമിലർ പ്രോബ്ലംസ് ഉള്ള രണ്ടുപേര്, പക്ഷെ ആ രണ്ടുപേർക്ക് വന്നൊരു എന്താണ് അവർക്ക് രണ്ടുപേർക്ക് വന്ന പ്രോബ്ലം സെയിം ആണ്. പക്ഷെ അവർക്കുണ്ടായ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രോബ്ലം വന്നൊരു റൂട്ട് കോസ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കൈൻഡ് ഓഫ് റിസർച്ച് നമുക്ക് പെർട്ടിക്കുലറിസ്റ്റിക് റിസർച്ച് എന്ന് പറയാം. യൂണിവേഴ്സലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്
മിത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ഹ്യൂമൻ ബീങ്സിലും ആനിമൽസിലും അവരുടെ നാച്ചുറൽ സെറ്റിങ്സിൽ അവരുടെ ഒരു ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ച്. ഓക്കെ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയുമേ? ആറ് ആറ് വേണം. ആറാമത്തത് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഇപ്പോ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് നടത്തണമെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ, അല്ലെങ്കിൽ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഒന്നും നടക്കാത്ത ഒരു സിമ്പിൾ ആയി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ. അതിൽ കിട്ടുന്ന ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താണ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈനെയാണ് നമ്മൾ ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയാം. അതില് എന്താണ് നമുക്ക് ഈ ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ, ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ, ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ ഒക്കെ അതിന്റെ തന്നെ എക്സാമ്പിൾസ് ആയിട്ട് ശരിക്കും വരുന്നതാണ്. ഇതില് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വരുന്നതാണ്. കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. നമ്മൾ കുറെ വേരിയബിൾസ് ഒന്നിച്ച് മെഷർ ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നതും കുറച്ചും കൂടെ ഫോമിലാണ്. പാർട്ടിസിപ്പൻസിനെ ഗ്രൂപ്പ് ചെയ്ത് റാൻഡം ആയിട്ട് അവർക്ക് എന്തെങ്കിലും അസൈൻ കൊടുത്ത് കുറച്ചും കൂടെ ഹൈലി സ്ട്രക്ചർഡ് ആയി നടത്തുന്നത്. ഈ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അത്ര സ്ട്രക്ചർഡ് അല്ലാത്ത സാധനങ്ങളാണ് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരാം. അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു ഗ്രൂപ്പിനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്തു, പക്ഷെ അതിനൊരു കമ്പാരിസൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിനെയും കൂടെ, രണ്ട് ഗ്രൂപ്പിനെ അറ്റ് എ ടൈം ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഒരു ഗ്രൂപ്പിനെ മാത്രമേ ടെസ്റ്റ് ചെയ്തുള്ളൂ, അവിടെ ഒരു കമ്പാരിസൺ ഗ്രൂപ്പ് ഇല്ല. അത് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നതാണ്. ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഗ്രൂപ്പിനെ, കമ്പാരിസൺ ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും ഒക്കെ അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രീ ടെസ്റ്റ് അവിടെ ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് കൊടുത്തതിന് ശേഷം ഒരു ആഫ്റ്റർ ഉള്ളൊരു സാധനം മാത്രമേ നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതും ഇൻഫോർമലിലാണ് വരിക. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാലും ഇൻഫോർമലാണ്. അത് നമ്മൾ രണ്ട് ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ രണ്ട് ഗ്രൂപ്പിനെയും സെയിം സാധനത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് സെയിം ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തതെന്നൊന്നും പറയാൻ പറ്റില്ല. സെയിം ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലാണ് അത് പോകുന്നതെങ്കിൽ അത് ഫോർമൽ ആവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ട് അത് ഇൻഫോർമൽ ആണ്. നമ്മളിപ്പം ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ, ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ആഫ്റ്റർ ഓൺലി, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഇൻഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നമുക്ക് നിർത്തിയാലോ? ഒരു ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നാലാമത്തെയോ? നാലാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? അല്ല, ഫോട്ടോ ഒന്ന് കാണിച്ചാൽ മതി. ആ, ഓക്കെ. ഓക്കെ മാം. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്കിനി വേറെ ക്ലാസ്സിൽ കാണാം. വേറെ ഞാൻ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? യെസ് മാം. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. 10:30 ക്ലാസ് ഉണ്ടല്ലേ? ഓക്കെ, ബൈ.